ഇഷ്ടം. അവരെല്ലാം യഹൂദന്മാരായതുകൊണ്ട് അവർക്ക് ദൈവമുണ്ടായിരുന്നു, അവർക്ക് ദേവാലയം ഉണ്ടായിരുന്നു, അവർക്ക് യാഗപീഠങ്ങളുണ്ടായിരുന്നു, യാഗവസ്തുക്കളുണ്ടായിരുന്നു. എങ്കിലും അവിടെ അവർക്ക് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല, വിഗ്രഹാരാധകരല്ല. മോശയുടെ കാലത്ത് പോലും ആ വിഗ്രഹത്തെ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചവരോട് മോശയ്ക്ക് വിരോധമുണ്ടായി. മോശ കയ്യിലിരുന്ന ദൈവം എഴുതി കൊടുത്ത പലക കൊണ്ട് തന്നെ എറിഞ്ഞ് ആ വിഗ്രഹത്തെ തവിടുപൊടിയാക്കുകയാണ് ചെയ്തത്. അപ്പം ദൈവത്തിൻ്റെ ഭാഗത്തു വന്നവരെല്ലാവരും, ദൈവത്തെ അനുസരിക്കുന്നവരെല്ലാവരും വിഗ്രഹാരാധനയോട് വെറുപ്പായിരുന്നു. വിഗ്രഹം ഉണ്ടാക്കുന്നവരല്ലായിരുന്നു, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കുമ്പിടുന്നവരല്ലായിരുന്നു. മാർപ്പാപ്പ അങ്ങനെയാണോ ചെയ്യുന്നത്? മാർപ്പാപ്പായെയും പത്രോസിനെയും ഒരേ തട്ടിൽ നമുക്ക് എങ്ങനെ തൂക്കി നോക്കാൻ പറ്റും? തൂക്കിയാൽ ശരിയാകുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ഒരു കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം ഇന്ന് മാർപ്പാപ്പ ഒരാൾ വിചാരിച്ചാൽ, കാരണം മാർപ്പാപ്പക്കുള്ളതുപോലെ സ്വാതന്ത്ര്യം വേറെ ഒരു വ്യക്തിക്കുമില്ല. ഒരു പ്രധാനമന്ത്രിയാണെങ്കിലും, ഒരു പ്രസിഡന്റ് ആണെങ്കിലും, അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും പോലും അദ്ദേഹത്തിൻ്റെ കാലാവധി വരെ ഉള്ളൂ ആ അദ്ദേഹത്തിനുള്ള അധികാരം. അത് കഴിഞ്ഞാൽ പോയി. പക്ഷെ മാർപ്പാപ്പയ്ക്ക് എന്ന് പറഞ്ഞ അധികാരം വലിയൊരു അധികാരമാണ്. അദ്ദേഹം മാർപ്പാപ്പയായി തീർന്നു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെയും ആ മാർപ്പാപ്പയ്ക്കുള്ള അധികാരമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, ആ മാർപ്പാപ്പ വിചാരിച്ചാൽ ഇന്ന് ഈ ക്രിസ്ത്യാനി സമൂഹത്തെ രക്ഷിക്കാൻ പറ്റും. കാരണം വിഗ്രഹാരാധന വിടണം, വിഗ്രഹാരാധന പാപമാണ്, വിഗ്രഹം ഉണ്ടാക്കരുത്. നമ്മുടെ ദേവാലയങ്ങളിൽ വിഗ്രഹം ഉണ്ടാക്കാൻ പാടില്ല, അത് വെക്കാൻ പാടില്ല, അതിൻ്റെ മുമ്പിൽ ആർക്കും കുമ്പിടാൻ പാടില്ല, അതിനെ ആരാധിക്കാൻ പാടില്ല, അതിനെ നമസ്കരിക്കാൻ പാടില്ല എന്ന് ഒരു ഓർഡർ റോമിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ വത്തിക്കാനിരുന്നു കൊണ്ട് മാർപ്പാപ്പ ഒരു ഓർഡർ ഇട്ടെന്നാൽ ഈ ക്രിസ്ത്യാനി സമൂഹം മാത്രമല്ല, മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾക്കും ഒരു വലിയ മാറ്റം ഉണ്ടാവും. ഈ മൂന്ന് മതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള മൂന്ന് മതങ്ങളെ രക്ഷിക്കാൻ പറ്റും. കേരളത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ലോകത്തിൽ മുഴുവനും ഒരു മാറ്റം ഉണ്ടാവും. ഇന്ന് വിഗ്രഹാരാധികളോടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിന് അറപ്പായിരിക്കുന്ന വിഗ്രഹാരാധനയാണ്. അത് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പിൽ അറപ്പാണെന്നാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഗ്രഹാരാധനയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. വിഗ്രഹാരാധികളാണ് അതിനോടനുബന്ധിച്ച് മദ്യപാനികളായി മാറുന്നതും ദ്രവ്യാഗ്രഹമുള്ളവരായി മാറുന്നതും മതപരമായിട്ട് വഴക്കുണ്ടാകുന്നതും കൊല്ലുന്നതുമൊക്കെ എല്ലാം ഈ വിഗ്രഹാരാധന മുഖാന്തരമാണ്. അപ്പം ഇന്ന് മാർപ്പാപ്പയ്ക്കുള്ള അധികാരം വെച്ചിട്ട് മാർപ്പാപ്പ